സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കി. പരിഷ്കരണത്തിനെതിരായ പ്രതിഷേധങ്ങളെ തുടർന്ന് ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുമായി ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങൾ പരിഗണിച്ചാണ് പുതിയ ഉത്തരവ്. 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ സ്ഥലത്ത് പ്രതിദിനം 80 ടെസ്റ്റുകൾ മാത്രമേ നടത്താൻ പാടുള്ളൂ. ടെസ്റ്റിന് 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ടെസ്റ്റ് വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് നിർദ്ദേശങ്ങൾ. ഡ്രൈവിംഗ് ടെസ്റ്റിനായി സ്ലോട്ട് ലഭിച്ചവർക്കുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അധികമായി ടെസ്റ്റുകൾ നടത്തുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായ 2,24,972 പേരാണ് കേരളത്തിലുള്ളത്. ഇവർക്ക് കാര്യക്ഷമത കുറയാതെയുള്ള ടെസ്റ്റ് നടത്തുക, അധിക ടെസ്റ്റുകൾ നടത്താൻ റീജിയണൽ RTOമാർ നടപടി സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ ഡ്രൈവിംഗ് ഇൻസ്പെക്ടർ സ്ഥലത്തുണ്ടെന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിലുണ്ട്. ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്താനും അനുമതിയുണ്ട്. റോഡ് സുരക്ഷ പരിഗണിച്ച് ഡുവൽ ക്ലച്ച് ബ്രേക്ക് സംവിധാനമുള്ള വാഹനങ്ങൾ തുടർന്നും ഉപയോഗിക്കാം. ഗ്രൗണ്ട് നവീകരണത്തിന് പുതിയ ഡിസൈൻ തയ്യാറാക്കി ഡ്രൈവിംഗ് സ്കൂൾ 1 മാസത്തിനുള്ളിൽ ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിക്കാനും നിർദ്ദേശമുണ്ട്. സ്വന്തമായി വാഹനം ഓടിച്ച് പഠിക്കാനും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കാനും സ്വന്തം വാഹനം ഉപയോഗിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാനും അവസരമുണ്ടാകും. സ്വന്തം വാഹനത്തിൽ ടെസ്റ്റ് നടത്താനുള്ള അനുമതി നേരത്തെ ഉണ്ടെങ്കിലും സ്വന്തമായി ഡ്രൈവിംഗ് പഠനത്തിലുള്ള അനുമതി മുമ്പുണ്ടായിരുന്നില്ല. ലേണേഴ്സ് എടുത്ത വ്യക്തിക്ക് ലൈസൻസ് ഉള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ ഡ്രൈവിംഗ് പരിശീലിക്കാം. ഡ്രൈവിംഗ് സ്കൂൾ വഴി ടെസ്റ്റിനെത്തുമ്പോൾ അംഗീകൃത പരിശീലകൻ ഒപ്പമുണ്ടാകണമെന്ന നിബന്ധനയും കർശനമാക്കിയിട്ടുണ്ട്. എന്നാൽ CITU ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം ഡ്രൈവിംഗ് സ്കൂളുകൾക്കും ആവശ്യത്തിന് അംഗീകൃത പരിശീലകരില്ല എന്നതാണ് കാരണം.